എവ്രിവൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള ഒരു ബോഹോ പെയിൻറ്റിങ് ചെയ്യുന്നത്. നമ്മൾ യൂസിങ് എ വെരി നൈസ് പേസ്റ്റൽ യെല്ലോ. യു ക്യാൻ സീ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ചെയ്തു, ഒരു വേവ് പോലെ കൊടുത്തിട്ട് this is the first symbol that we are giving, ഒരു വേവി പോലെ വരുന്നത്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായ ഈ സൈഡിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഞാനൊരു ബ്രൗണിഷ്, ഒരു ലൈറ്റ് പേസ്റ്റൽ ഓറഞ്ചിഷ് ഷെയ്ഡാണ്. നമ്മൾ ഈ യെല്ലോ കൊടുത്ത പോലെ തന്നെ ഇങ്ങനെ കുറച്ചുകൂടെ ഷാർപ്പായിട്ട് ഞാനിങ്ങനെ കൊണ്ടുവരാം. ജസ്റ്റ് ഒന്ന് ഒപ്പാക്കി കൊടുക്കാം നമുക്ക് ഷെയ്ഡ്. കണ്ടോ, ഓറഞ്ച് കാണിച്ചിട്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെൻട്രൽ പോർഷനിലാണ്. അവിടെ ഞാനൊരു ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അതായത് യെല്ലോ കഴിഞ്ഞ ഭാഗത്ത് നിന്ന് ഇങ്ങനെ താഴേക്ക് ഇതേ സിക്സാക് പോർഷനിൽ വന്ന് ഓറഞ്ച് കഴിഞ്ഞതിൻ്റെ തൊട്ട് താഴത്തേക്ക് ഇതേപോലെ തന്നെ സൈസ് നടുവിൽ മാത്രത്തിൽ കൂട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നത്. ഇങ്ങനെയുള്ള പേസ്റ്റൽ ഗ്രീനാണ്, ലൈറ്റ് ഗ്രീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയും കഴിഞ്ഞു. ഇനി ഈ രണ്ട് കോർണേഴ്സാണ് നമുക്കുള്ളത്. ഒന്ന്, ഞാൻ ഈ കോർണറിൽ ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്, പേസ്റ്റൽ പർപ്പിൾ ലൈലാക്ക് പോലത്തെ കളർ. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ ഒരു ഫ്ലവർ പോലത്തെ ഒരു എൻഡാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അത് കൊടുത്തിട്ടുണ്ട്. നൗ ലെറ്റ്സ് ഫിൽ ദി, എല്ലാം ഒരു സിക്സാക് ഫോമാറ്റ് കേട്ടോ. ഈ എൻഡിൽ നമ്മൾ പേസ്റ്റൽ ഒരു ബ്ലൂ, നല്ലൊരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡാണ് വരിക. ആ ഷെയ്ഡിലേക്ക് ഞാൻ ഈ പച്ച എൻഡ് ചെയ്ത് അവിടെ തന്നെ തുടങ്ങുക. നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഓരോ സെയിം ഡ്രോയിങ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഇതിനുള്ള മോട്ടീവ്സ് വരയ്ക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഞാൻ ഈ കോർണറിൽ മോട്ടീഫാണ് വരയ്ക്കുന്നത്, ഈ ഒരു പർട്ടിക്കുലർ കോർണറിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫാണ്. ഇങ്ങനെ വരച്ചു. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക. ഒരു ലീഫ് ഈ മടങ്ങിയിട്ടൊക്കെ ഇരിക്കില്ലേ, അതുപോലെ നമ്മൾ വരയ്ക്കുന്നത്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യും. ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യുന്നതിൻ്റെ അർത്ഥം ആ ലീഫ് അവിടെ മടങ്ങി ഇരിക്കുകയാണ് എന്നുള്ള കോൺസെപ്റ്റാണ്. ഇനി നമ്മൾ പെന്നെടുത്തു, ഒരു ഡാർക്കർ ഇതിലാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നടുവിലൂടെ ഒരു ലൈൻ വരച്ചു. സിമ്പിൾ ആസ് ദാറ്റ്. ഇതേപോലെ ഒരു ലീഫും കൂടെ നമ്മൾ ഈ എൻഡിൽ നിന്നും കൂടെ വരയ്ക്കും. അതേ തന്നെ കുറച്ച് ചെറുത്.
again സെൻറ്ററിലൂടെ നമ്മൾ ഈ ലൈൻ വരച്ചെടുക്കും. ബസ് ഇത്രേ ഉള്ളൂ. ഇപ്പുറത്തെ പോർഷനിലും നമ്മളിപ്പോൾ വരച്ച അതേ ടൈപ്പ് ലീഫ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. പക്ഷേ ഞാൻ കുറച്ചും കൂടെ ലെങ്ത്തിലാണ് വരച്ചിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് അപ്പർ പാർട്ട് ഉണ്ടാവുക. നമ്മളിപ്പോൾ അപ്പർ പാർട്ട് ഇങ്ങനെ വരയ്ക്കാൻ കാരണം നമ്മുടെ ലോവർ പാർട്ടിൽ നമ്മളൊരു ലോട്ടസ് പോലത്തെയാണ് വരയ്ക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലീവ്സ് ഒബ്വിയസ്ലി നമ്മളിപ്പോൾ വരയ്ക്കുന്ന പോലത്തെയാണ്. ഫസ്റ്റ് ഞാൻ ജെൽ പെൻ വെച്ചിട്ട് വരയ്ക്കുകയാണ്. സോ ഹൗ ആം ഐ ഗോയിങ് ടു ഡ്രോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി ഐ എം ജസ്റ്റ് ഡ്രോയിങ് എ ലോട്ടസ് മോട്ടീവ്. ഇങ്ങനെ. ഇനി അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നു ഒരു നല്ലൊരു എസ് ഷേപ്പിൽ ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. ഞാൻ കൊണ്ടുവന്നു ഒരു നല്ല എസ് ഷേപ്പിൽ അവസാനിപ്പിച്ചു. അങ്ങനെ ഒരു 5 പെറ്റൽസ് നമ്മൾ വരയ്ക്കുന്നുണ്ട് ഇതേ മോഡലിൽ. അപ്പോൾ ഇവിടെ 3 ആയി. ടോട്ടൽ 5 പെറ്റൽസ് ആയി. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു 2 ഇൻവിസിബിൾ പെറ്റൽസും കൂടെ വരയ്ക്കാം. ടോട്ടൽ 7 പെറ്റൽസ്. ഇത്രയാണ് നമുക്ക് മെയിൻ ഫ്ലവറിന് വരുന്നത്. ഇനി ഒരു ഫ്ലവർ ഇവിടെ വരുന്നുണ്ട്. ആ ഫ്ലവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതേ ഫ്ലവറിന് നമ്മൾ ചെരിച്ച് വരയ്ക്കാം. ചെരിച്ച് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ തണ്ട് പോകുന്നത്, ഫ്ലവറിൻ്റെ സ്റ്റെം. രണ്ടാമത്തെ ഫ്ലവറായി. ഇനി മൂന്നാമത്തെ ഫ്ലവർ ഇതിൻ്റെ ഈ രണ്ടിൻ്റെയും നടുവിൽ നിന്ന് ഇങ്ങനെ ഇത് ഞാൻ ടോട്ടൽ ഒരു 5 പെറ്റൽസ് എടുക്കുള്ളൂ, ഉള്ളതിൽ ചെറുത് എന്നുള്ളൊരു ഐഡിയ. ഇനി ഇവിടെ നമ്മൾ നേരത്തെ വരച്ച പോലത്തെ ലീഫ് ഒരെണ്ണം കൊടുക്കുന്നു. ഇവിടെയൊക്കെ ഇങ്ങനത്തെ പെറ്റൽസാണ്. ഇതാണ് നമുക്ക് ബേസിക് ഔട്ട്ലൈൻ വരുന്നത്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഞാൻ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഈ അറ്റത്ത് ഈ ഒരു പെറ്റലാണ്. ഒരു ഡാർക്കർ മാർക്കറോ അല്ലെങ്കിൽ സ്കെച്ചോ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻസ് നമുക്ക് നന്നായി ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നോർമൽ ജെൽ പെന്നോ ബ്ലാക്ക് പെന്നോ എടുത്തിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് ഉള്ളിൽ നിന്ന് ലൈൻസ് ഇട്ടു.
ഇങ്ങനെ ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുത്തു. ഇനി അതിനെ കുറച്ചുകൂടെ ഡാർക്കർ ചെയ്തിട്ട് ഞാൻ താഴത്തേക്ക് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ലീഫും ഞാൻ ഡാർക്കർ ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ലീഫിൻ്റെ ഉള്ളിൽ ലൈൻ കൊടുക്കണം. ഇനി നമുക്ക് ഇപ്പുറത്തെ സ്റ്റെപ്പ് ഞാൻ അതിൻ്റെ നടുവിൽ മറ്റേ തന്നെ കൊണ്ട് കൊടുത്തു. ബട്ട് ദാറ്റ്സ് ഓക്കെ, നമുക്ക് മാറ്റി നെക്സ്റ്റിൽ മാറ്റി കൊടുക്കാം. ഇതെല്ലാം നമ്മളെല്ലാ ബോഹോ പെയിൻറ്റിങ്ങും ചെയ്യുന്ന പോലെ തന്നെയാണ് ബോർഡേഴ്സ് കൊടുക്കുന്നത്. ബോർഡേഴ്സ് കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാർട്ട് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ്. ഹൈലൈറ്റ് ദിസ് വൺ. ഇത് ഉള്ളതിൽ ഏറ്റവും ചെറിയ ഫ്ലവറാണ്, കാരണം നമ്മളിതിൽ 5 പെറ്റൽസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് സെൻറ്റർ ലൈൻസ് കൊടുക്കാം. ചെറുതായതുകൊണ്ട് ഞാൻ ഒരുപാട് ലൈൻസ് ഇട്ട് ക്ലട്ടേർഡ് ആക്കുന്നില്ല. ജസ്റ്റ് ഗിവിങ് 1 or 2 ലൈൻസ്. സെൻറ്ററിൽ മാത്രം ഇത്തിരി ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാനൊരു 3 ലൈൻസ് ഇട്ടു. ഇതിലാണെങ്കിലും 2 ലൈൻ സൈഡ്സിൽ, നടുവിലൊരു ലൈൻ. സെയിം ഇവിടെ. So this is our final.